നമസ്കാരം. കനത്ത മഴയത്ത് തിരക്കേറിയ റോഡിന് കുറുകെ ഒരു തെങ്ങ് വേരറ്റ് വീഴുന്നു. അത് നേരെ വന്ന് പതിച്ചത് 11 kV ലൈനിന് മുകളിലേക്കായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ലൈനും പോസ്റ്റും തകർത്ത് തെങ്ങ് റോഡിന് കുറുകെ വീഴാം. മരം മുറിക്കണമെങ്കിൽ പ്രൊഫഷണൽ മരം വെട്ടുകാർ വേണ്ടിവരുമെന്ന് പത്തനംതിട്ട ഫയർ സ്റ്റേഷൻ ഓഫീസർ വിനോദ് കുമാർ പറയുന്നു. വേണ്ട സാർ, ഞങ്ങൾ ഒരു കൈ നോക്കാമെന്ന് സേനാംഗങ്ങൾ. പിന്നെ അവിടെ നടന്നതാണ് ഈ കാണുന്നത്. TK റോഡിനരികിൽ നന്നുവക്കാട് ഇളനാട്ട് വീട്ടിൽ ജെയിംസിന്റെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങാണ് കനത്ത മഴയിൽ കടപുഴകി റോഡിൽ നിന്നിരുന്ന ഇലക്ട്രിക് ലൈനിന് മുകളിൽ കൂടി അപകടകരമായ രീതിയിൽ തൂങ്ങിക്കിടന്നത്. പത്തനംതിട്ടയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി മുറിച്ചു മാറ്റി അപകടം ഒഴിവാക്കി. പിട്ടാപ്പള്ളി ഏജൻസീസിന് മുൻവശത്തായിരുന്നു സംഭവം. ഓണത്തിരക്ക് കാരണം വാഹനങ്ങളുടെ ബാഹുല്യമുള്ള റോഡിലേക്ക് അപകട ഭീഷണി ഉയർത്തി തൂങ്ങിക്കിടക്കുകയായിരുന്നു തെങ്ങ്. അതിസാഹസികമായാണ് വൈദ്യുതി ലൈനിന് മുകളിൽ കൂടി മറിഞ്ഞു വീണ് കിടന്നിരുന്ന ഈ തെങ്ങ് പത്തനംതിട്ട അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മുറിച്ചിട്ടത്. പ്രൊഫഷണലായ മരംവെട്ട് തൊഴിലാളികളുടെ സേവനം ആവശ്യപ്പെടാം എന്ന് സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞപ്പോൾ അതുപോലും വേണ്ടെന്ന് വെച്ച് ജീവനക്കാർ സാഹസത്തിന് മുതിരുകയായിരുന്നു. ഒരിക്കലും സേനാ അംഗങ്ങൾ ചെയ്യേണ്ടതായ ഒരു പ്രവർത്തനമായിരുന്നില്ല അത്. നിലത്ത് വീണ് കിടക്കുന്ന വൃക്ഷങ്ങൾ പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുകയോ ആളുകളുടെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുന്ന രീതിയിൽ കിടക്കുകയോ ചെയ്യുമ്പോൾ മാത്രം നിലത്ത് നിന്നുകൊണ്ട് മുറിച്ചു മാറ്റേണ്ട ഉത്തരവാദിത്തമാണ് അഗ്നിരക്ഷാസേനയ്ക്കുള്ളത്. ഇവിടെ ഈ തടി മുറിച്ചിട്ടാൽ ആളുകളുടെ മുകളിലേക്കോ വാഹനത്തിന് മുകളിലേക്കോ തങ്ങളുടെ തന്നെ മുകളിലേക്ക് വീണ് അപകടം പറ്റാനുള്ള സാധ്യത നിലനിൽക്കെയാണ് ആ സാഹസം ഏറ്റെടുക്കുകയും ഒരപകടവും ഉണ്ടാകാതെ വളരെ മികവോടുകൂടി തെങ്ങ് മുറിച്ചു മാറ്റി റോഡ് ഗതാഗതം യോഗ്യമാക്കുകയും അപകടം ഒഴിവാക്കുകയും ചെയ്തത്. ചെയിൻസോ, റോപ്പ് എന്നിവ ഉപയോഗിച്ച് തെങ്ങ് മുറിച്ചു മാറ്റി വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയത്.